അപ്പോൾ ഇന്ന് പത്രവാർത്തകളൊക്കെ വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഓരോ പത്രവും ഓരോ വാർത്തയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നൊക്കെ എത്തിക്കാൻ നമ്മുടെ പ്രിയങ്കരനായ VS സനോജ് ആണ് എനിക്കിപ്പം ഉള്ളത്. VS സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. എവിടെയായിരുന്നു? കാണാനുണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? നമ്മളിവിടെയൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരുപാട് വാർത്തകളുണ്ടായിരുന്ന ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ എങ്ങനെയാണ് പത്രങ്ങളിലെ വിശേഷങ്ങൾ VS സനോജ്? പത്രങ്ങളിലെ വിശേഷം നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഇലക്ഷന് ഒരു വളരെ പ്രധാനപ്പെട്ട സമയത്തിലേക്ക് കടക്കുകയാണല്ലോ. ഇപ്പോൾ ഒരു ഫൈനൽ ഫേസിലേക്ക് എത്തുന്നു അതിൻ്റെ പ്രചരണം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സി അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പത്രങ്ങളുടെ എല്ലാം പേജുകളിൽ കൂടുതലായിട്ട് ഇടം പിടിച്ചതെന്ന് പറയാം. പക്ഷേ ഇന്നലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കപ്പൽ, അതായത് തീപിടിച്ച കപ്പൽ ഒരു സമയത്ത് എന്താ പറയുക, കഴിഞ്ഞ ദിവസങ്ങളിൽ കപ്പലിന് തീപിടിച്ച സംഭവം ഉണ്ടായിരിക്കുന്നു. ഒപ്പം കപ്പൽ ചെരിയുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടം കേരളത്തിൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നു. ഇത് രണ്ടും ക്ലബ് ചെയ്തുകൊണ്ടുള്ള വാർത്തകൾക്കും ഇതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യമുള്ളൊരു ദിവസം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ നമുക്ക് ഏതായാലും മാതൃഭൂമി എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് വാർത്തകളെ ക്ലബ് ചെയ്തുകൊണ്ട്, അത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒന്നാം പേജിൽ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് പറയണം. കാരണം 24-ാം തീയതിയിലെ കൊച്ചി കപ്പൽ അപകടം അത് വരുതിയിൽ എന്ന് തലക്കെട്ടിൽ അവർ കൊടുത്തിരിക്കുന്നു. നിലപാട്, അതായത് വിമർശനത്തിനൊടുവിൽ നിലപാട് മാറ്റി സർക്കാർ, ഒന്നാം പ്രതി കപ്പൽ കമ്പനി, ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് അവർ കേസെടുത്തതുമായി ബന്ധപ്പെട്ട്, സർക്കാർ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യത്തോടു കൂടെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അഴീക്കൽ കപ്പൽ അപകടത്തിൽ തീപിടിച്ച കപ്പൽ നിയന്ത്രണത്തിലാക്കി എന്നുള്ളതും ഈ കത്തിയ കപ്പൽ പുറംകടലിലേക്ക് വലിച്ചു നീക്കാനുള്ള നടപടികൾ നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യം കൂടെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു. അത് വളരെ സൗകര്യമാണ്. മറ്റൊന്ന്, ഈ ഇന്നത്തെ മാതൃഭൂമിയുടെ ഒന്നാം പേജ് ഡിസൈൻ വൈസ് എല്ലാം ലേഔട്ടിലെല്ലാം വളരെ രസകരമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ വാർത്ത തന്നെയാണ് മനോരമയെ സംബന്ധിച്ചിടത്തോളം കപ്പൽ മുങ്ങൽ 18-ാം ദിവസം പോലീസ് കേസ്, അതായത് മുങ്ങിയ കേസ് പൊങ്ങി എന്നാണ് മനോരമ പറയുന്നത്. ഒപ്പം പിടിച്ചുകെട്ടി തീക്കപ്പൽ എന്ന് ഇതേപോലെ തന്നെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 60% അല്ലെങ്കിൽ അത്രത്തോളം സ്പേസ് ഈ കേസുമായി ബന്ധപ്പെട്ട് മനോരമ കൊടുക്കുന്നെങ്കിൽ ഒരു 40% പ്ലേസ് ചെയ്തിരിക്കുകയാണ് മറ്റേ നേരത്തെയുള്ള നിലവിൽ കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തയ്ക്ക്. ഏതായാലും 50-50 ഒരു ബാലൻസിൽ തന്നെ മാതൃഭൂമി ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയ്ക്കാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രവാർത്ത എന്ന് പറയാവുന്നത്. ഇത് തന്നെയാണ് മറ്റ് പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിലമ്പൂരാണ്, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് മാതൃഭൂമിയെ സംബന്ധിച്ച് ഒന്നാം പേജിൽ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, കുടകിലെ ഗുണ്ടയാനകളെ കാട് കടത്തും എന്നാണ് അതിൻ്റെ തലക്കെട്ട്. കുടകിൽ കാട്ടാനശല്യം രൂക്ഷമായതോടെ കേരള അതിർത്തിയിൽ അടക്കം അക്രമകാരികളായ 185 ആനകളെ മാറ്റിപ്പാർപ്പിക്കാൻ കർണാടക സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ള വളരെ കൗതുകകരമായതും ഒപ്പം അവിടുത്തെ അതിർത്തിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ളൊരു വാർത്തയാണ്. അവരുടെ സുരക്ഷ സംബന്ധിച്ച് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ ഭീഷണികളുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് നിലവിൽ. അപ്പോൾ അത് അവരെ പ്രതീക്ഷയുണ്ടാക്കുന്നൊരു വാർത്തയാണ്. ആ വാർത്തയ്ക്കൊപ്പം തന്നെ ഇതുപോലെ തന്നെ ഒരു 50% പ്ലേസ് ചെയ്തിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വന്യജീവി നിയന്ത്രണം തോക്കിൻകുഴലിലൂടെ. അതായത് വനംവകുപ്പിൻ്റെ ദ്രുതകർമ്മ സേനയ്ക്ക് 50 തോക്കും 5000 വെടിയുണ്ടയും 110 ഡ്രോണും വാങ്ങും എന്ന് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നു. ഈ വാർത്ത ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച്, അതിർത്തി മേഖലകളിൽ അടക്കമുള്ളവരെ സംബന്ധിച്ച്, ഒപ്പം കുടിയേറ്റ മേഖലകളിലൊക്കെ താമസിക്കുന്ന കർഷകരെ സംബന്ധിച്ച് ഇതിൻ്റെ മറ്റൊരു അനുബന്ധം ഇന്ന് മലയാള മനോരമയിൽ കാണാം. കാരണം പേജ് 9 കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്രം തള്ളി, വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതിയില്ല എന്നുള്ള ഒരു വാർത്തയുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒക്കെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഈ പ്രാദേശിക ഭരണകൂടത്തിന്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കാട്ടുപന്നികളെ വെടിവെക്കുന്ന അടക്കമുള്ള അനുമതിയുണ്ട് എങ്കിൽ പോലും
ഈ തോക്കിൻ്റെ ലൈസൻസിൻ്റെ പുതുക്കൽ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതുപോലെയുള്ള നിരവധി ഇഷ്യൂസ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് തോക്ക് ലൈസൻസ് പുതുക്കി നൽകുകയുമില്ല, എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വെടിവെക്കാനുള്ള അവകാശമുണ്ട് എന്ന് കേന്ദ്ര പരിസ്ഥിതി അല്ലെങ്കിൽ വന്യജീവി വകുപ്പ് പറയുകയും ചെയ്യുന്നു. ഇത് രണ്ടിനും ഇടയിൽപ്പെട്ട ഒരവസ്ഥയിലാണ് അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം. ഇതൊരു വലിയ പ്രശ്നമാണ്. ഏതായാലും ഈ വാർത്തയെ ആ രീതിയിൽ തന്നെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടെ നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, മനോരമയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചാനലുകളിലെല്ലാം വലിയ പ്രാധാന്യത്തോടു കൂടെ വരികയും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു വാർത്തയായിട്ടുള്ള നിലമ്പൂരിലെ എഴുത്തുകാരുടെ 2 ചേരിയിലുള്ള എഴുത്തുകാരെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. അത് 1-ാം പേജിൽ തന്നെയുണ്ട്. എഴുത്തുകാർ സ്വരാജിനൊപ്പം വന്ന വൈശാഖനും എം മുകുന്ദൻ്റെ പ്രസ്താവനയുണ്ട്. ഒപ്പം വൈശാഖനെ ആര് ചുമതലപ്പെടുത്തിയെന്ന് കൽപ്പറ്റ നാരായണൻ ചോദിക്കുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ എഴുത്തുകാരുടെ നിലപാടുകൾ പ്രഖ്യാപിക്കലെല്ലാം സാധാരണ കാര്യമാണ്. മറ്റൊന്ന്, ഇതിൽ ഒരു വലിയ വാർത്താ പ്രാധാന്യം യഥാർത്ഥത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് ഒരുപക്ഷെ ആ വാർത്തകളെ അവതരിപ്പിക്കുന്ന ഒരു പൊലിമയ്ക്ക് വേണ്ടി വരുന്നൊരു വാർത്ത കൂടിയാണ്. കാരണം ഇത് പൊതുവെ കേരളത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എഴുത്തുകാരാണ് ഈ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നത്. നിലപാട് അവർ നേരത്തെയും സ്വീകരിച്ചിട്ടുള്ളതാണ്. വൈശാഖനാണെങ്കിലും എം മുകുന്ദനാണെങ്കിലും എല്ലാം തന്നെ നേരത്തെ തന്നെ ഇടതുപക്ഷ സഹയാത്രികരായ എഴുത്തുകാരാണ്. അവർ സ്വരാജിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് അത് വലിയൊരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ഏതായാലും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തെ എന്ന് പറയാവുന്നത് നമ്മുടെ ബ്രസീലിൻ്റെ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതയുമായി ബന്ധപ്പെട്ടാണ്. പരാഗ്വേയെ 1-0 തോൽപ്പിച്ച ബ്രാവോ ബ്രസീൽ എന്ന് മലയാള മനോരമ എഴുതിയിരിക്കുന്നു. ഒപ്പം അതൊരു വലിയ പ്രാധാന്യമുള്ള വാർത്തയായിട്ട് തന്നെ നമുക്ക് എന്തായാലും പറയാൻ സാധിക്കും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പിൻ്റെ യോഗ്യത റൗണ്ട് അടക്കമുള്ള മത്സരങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇതാ ബ്രസീൽ എന്ന് യോഗ്യത ഉറപ്പിച്ച് 13 ടീമുകൾ പരാഗ്വേയെ തോൽപ്പിച്ച് ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചു എന്നുള്ള ഇതാ ബ്രസീൽ എന്ന് മാതൃഭൂമി എഴുതിയിരിക്കുന്നു. ഒപ്പം ബ്രാവോ ബ്രസീൽ എന്ന് മനോരമ എഴുതിയിരിക്കുന്നു. മറ്റ് വാർത്തകൾ മറ്റ് പത്രങ്ങളിലേക്ക് കടന്നാൽ എനിക്ക് വളരെ കൗതുകരമായി തോന്നിയ ചില വാർത്തകളുണ്ട്. ഒന്ന്, ജന്മഭൂമിയുടെ 10-ാം പേജിൽ, അതായത് ശതാബ്ദിയിൽ സ്വയം സേവകർക്ക് സമ്മാനമായി ശങ്കർ മഹാദേവൻ്റെ ഗീതാർച്ചന എന്ന് പറഞ്ഞ് ജന്മഭൂമിയുടെ അവസാനത്തെ പേജിൽ RSS പ്രവർത്തകർ ശാഖകളിൽ പാടുന്ന ഈ ഗണഗീതത്തിന് പുതിയ ഭാവവും ഈണവും നൽകി അവതരിപ്പിക്കാൻ ശങ്കർ മഹാദേവൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അതിന് ചുമതലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. ഈ വാർത്ത ഒരു കൗതുകമുള്ള വാർത്തയാണ്. ഒപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ ബന്ധം, UDF പിന്തുണ, മുസ്ലിം സംഘടനകൾ എതിർപ്പെന്ന് ജന്മഭൂമി പറയുന്നു. ഒപ്പം ചന്ദ്രിക പറയുന്നു ഹിന്ദുത്വ വർഗീയവാദികളുടെ പിന്തുണ വെട്ടിലായി CPM എന്ന് പറയുന്നു. ഈ ഹിന്ദു മഹാസഭയുമായി ബന്ധപ്പെട്ടാണ് ഈ പരാമർശം. അത് പക്ഷേ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന കേന്ദ്രത്തിലെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ള ഹിന്ദു മഹാസഭയൊന്നുമല്ല, ഇതൊരു കടലാസ് സംഘടനയാണ്. അതൊരു വലിയ വാർത്താ പ്രാധാന്യത്തിലേക്ക് വരുന്നത് പോലും വളരെ ബാലിശമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം കേരള കൗമുദിയുടെ 1-ാം പേജിൽ സ്പേസ് സയൻറ്റിസ്റ്റായി വേദാചാര്യൻ എന്നൊരു ഗോവിന്ദകൃഷ്ണനെക്കുറിച്ചുള്ള കണ്ണൂരിലെ ഒരു പയ്യനെക്കുറിച്ച്, സ്പേസ് സയൻറ്റിസ്റ്റായിട്ട് നിയമനം കിട്ടിയ പയ്യനെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. മറ്റു പത്രങ്ങളുടെ 1-ാം പേജുകളിൽ പിണറായി വിജയൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ തെന്നി വീഴാൻ പോകുന്നതും മന്ത്രി K രാജൻ പിടിക്കുന്നതുമായിട്ടുള്ള ഒരു ചിത്രം സഹിതം വാർത്തയുണ്ട്. ഇന്ന് ഹിന്ദുവിൻ്റെ ഉൾപേജിൽ ചന്ദ്രബാബു നായിഡുമായിട്ടുള്ള ഒരു അഭിമുഖമുണ്ട്. ആ ഒരു അഭിമുഖത്തെക്കുറിച്ച് കൂടെ സൂചിപ്പിച്ച് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലാംഗ്വേജിൻ്റെ ഒരു വലിയ വിവാദം നടക്കുന്നതുകൊണ്ട് ഹിന്ദി മറ്റു ഓരോ പ്രദേശത്തെയും മാതൃഭാഷയ്ക്കൊപ്പം പഠിക്കട്ടെ, അതിൽ ഇത്ര വലിയൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ വാർത്ത, ദേശാഭിമാനി ഉമ്മൻചാണ്ടിയുടെ നിലപാടിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വാർത്തയുണ്ട്. ഒപ്പം കശ്മീരിലെ പഹൽഗാമിലെ ആരതി, നമ്മുടെ ഈ ടാക്സി ഡ്രൈവർ മുസഫർ, ആരതിയെ രക്ഷിച്ച മുസഫറിൻ്റെ കാര്യം സംബന്ധിച്ച് അതിന് CPMൻ്റെ പ്രതിനിധി സംഘം പോയ വാർത്തയുണ്ട്. ഒപ്പം മംഗളത്തിൻ്റെ ഉൾപേജിൽ സേതു, ഞാൻ ഈ ഒരൊറ്റ വാർത്ത കൂടെ പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ഈ സെഗ്മെൻറ്റ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മംഗളത്തിൻ്റെ ഉൾപേജിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ട ഒരു വാർത്തയുണ്ട്. വിവാഹ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രേഷ്മ നിരവധി വിവാഹങ്ങൾ കഴിക്കുകയും അതിൽ വേറെ സാമ്പത്തികമായ താല്പര്യത്തിൻ്റെ ഒന്നും പുറത്തല്ല, സ്നേഹത്തിന് വേണ്ടിയാണ് രേഷ്മ ഈ വിവാഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ഇതിലേക്ക് വന്നതെന്നാണ് പറയുന്നത്. ഏതായാലും മംഗളം അത് വലിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഏതായാലും രേഷ്മയുടെ സ്നേഹം തുടരട്ടെ. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് ധാരാളം വാർത്തകളുടെ ദിവസമാണ്. ഇനിയുള്ള മണിക്കൂറുകളിലും
ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ ഒരു പാരമ്യത്തിലെത്തി നിൽക്കുന്നു. തൽക്കാലം അടുത്ത ദിവസം കാണാം. ഓക്കെ വി എസ് സനോജ്, അപ്പോൾ ഇനി മുങ്ങില്ല, അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന് ഞാനും വിശ്വസിക്കുകയാണ്. ഓക്കെ.